പി നദീറ നൽകും വിശദാംശങ്ങൾ. നദീറ, സുരക്ഷാ വീഴ്ചയ്ക്ക് വില നൽകേണ്ടി വന്നത് 11 പേരുടെ ജീവനാണ്. ഈ പരിക്കേറ്റവരുടെ ഉൾപ്പെടെ നില എത്തരത്തിലാണ്? എന്തായാലും സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയരുകയാണല്ലേ? ഒരാഘോഷ പരിപാടി എങ്ങനെ ദുരന്തമായി മാറി എന്നതിൻ്റെ നേർചിത്രമാണ് എനിക്കിവിടുന്ന് കാണിച്ചു തരാനാവുക. ഇത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റ് നമ്പർ 7 ഇതിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് പ്രാണരക്ഷാർത്ഥം, ഇതിനകത്ത് തിക്കും തിരക്കും ഉണ്ടായപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇവിടെ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ചെരുപ്പുകളാണ് ആളുകളുടേത്. ഇതിന് അകത്ത് ഈ പുറത്ത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എപ്പോഴെങ്കിലും എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പുറത്ത് കാത്തുകെട്ടി നിന്ന, അല്ലെങ്കിൽ ടീം അംഗങ്ങൾ വരുമ്പോൾ കാണാൻ വേണ്ടി കാത്തുകെട്ടി നിന്ന ആളുകളായിരുന്നു ഇവിടെ. അവർക്കിടയിലേക്കാണ് വലിയ രീതിയിൽ ലാത്തി ചാർജ് ഉണ്ടായത്. അപ്പോഴാണ് അവർ കുതറി ഓടിയത്. പലരും വീഴുകയും അവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. വീണ് കിടക്കുന്നവരുടെ മുകളിലൂടെ വീണ്ടും ആളുകൾ കയറി ഇറങ്ങിപ്പോയപ്പോഴാണ് പലർക്കും ജീവൻ നഷ്ടമായ സാഹചര്യം ഉണ്ടായത്. ഇത് അപ്പർ ലോവർ ഭാഗത്തേക്കുള്ള ഗേറ്റാണ്, ഈ ഗേറ്റ് നമ്പർ 7 എന്ന് പറയുന്നത്. അവിടത്തേക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ, എല്ലാവരെയും കയറ്റുന്നുണ്ട്, അങ്ങനെ എൻട്രി കിട്ടുകയാണെങ്കിൽ പോകാമെന്നായിരുന്നു ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. ഇത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറാണ്, അതിതാ ഈ രൂപത്തിൽ ആയിരിക്കുകയാണ്. ഇങ്ങനെ വലിയ രീതിയിൽ തിക്കും തിരക്കും അനുഭവപ്പെട്ടു. ഇവിടെ നിന്നാണ് പല ആളുകളെയും വലിച്ച് പുറത്തെടുത്ത് ആളുകൾ ആശുപത്രിയിലേക്ക് ഓടിപ്പോയത്. ഇവിടെ നിന്നാണ് ആളുകളെ പലരെയും രക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. പലർക്കും പ്രഥമ ശുശ്രൂഷ നൽകി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ അനാസ്ഥയാണിത്. അത് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. കാരണം 18 മണിക്കൂറേ ആയിട്ടുള്ളൂ ഈ സംഭവം നടക്കുമ്പോൾ. IPL വിജയം RCB ടീം നേടിയിട്ട് ആ 18 മണിക്കൂറിനുള്ളിൽ, 18 വർഷത്തെ കാത്തിരിപ്പ് 18 മണിക്കൂറിനുള്ളിൽ ഒരു ദുരന്തമായി മാറുകയായിരുന്നു. 4 മണി സമയത്താണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയം വിധാൻ സൗദയിൽ സർക്കാരിൻ്റെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു വിരാട് കോഹ്ലിയും ടീമും. ആ ടീം ഇവിടെ എത്തുമ്പോൾ അവരെ കാണാൻ വേണ്ടി കാത്തിരുന്നവരാണ് അപകടത്തിന് ഇരയായത്. 11 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 43 പേരാണ് അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നത്. ചിലരുടെ നില ഗുരുതരമാണ്. അവർ രക്ഷപ്പെട്ട് വരുമെന്ന പ്രത്യാശയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടക്കും. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കും. കർണാടക സർക്കാരിനെതിരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. ഇത്രയും വലിയ ആൾക്കൂട്ടം സംഘടിപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പ്രതിപക്ഷമായ BJPയും സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.